ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി. അതിനായി യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരേണം, ഞാനോ കുറയണം എന്നുത്തരം പറഞ്ഞു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സ്നാപക യോഹന്നാൻ വ്യക്തമാക്കുന്ന ഭാഗമാണിത്. യേശുവിൻ്റെ അടുക്കൽ കൂടുതൽ ആളുകൾ ചെല്ലുന്നതിനെക്കുറിച്ച് യോഹന്നാൻ്റെ ശിഷ്യന്മാർ ആശങ്കപ്പെടുന്നു. യേശു കൂടുതൽ പേരെ സ്നാനപ്പെടുത്തുന്നത് തങ്ങളുടെ ഗുരുവിൻ്റെ പ്രശസ്തിക്ക് കോട്ടമുണ്ടാക്കും എന്ന് കരുതിയവരോട് യോഹന്നാൻ വ്യക്തമാക്കുകയാണ്, താൻ മണവാളനല്ല, അവൻ്റെ സ്നേഹിതൻ മാത്രം എന്ന്. മണവാളനാകുന്ന കർത്താവിങ്കിലേക്ക് ജനത്തെ നയിക്കുക എന്നത് ആണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് വിനയപുരസ്സരം അറിയിക്കുകയാണ് യോഹന്നാൻ. കർത്താവിൻ്റെ മണവാട്ടിയായി ചിത്രീകരിക്കപ്പെടുന്ന സഭയ്ക്കും വിശ്വാസികളായ നമുക്കും നമ്മുടെ വലിയ ഉത്തരവാദിത്തം തിരിച്ചറിയേണ്ടതുണ്ട്. ചില ലഘുചിന്തകൾ ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒന്നാം സ്ഥാനം കർത്താവിനായിരിക്കണം. സ്വന്തം പ്രതിച്ഛായ വളർത്താനുള്ള അവസരമായി അതിനെ നാം ഉപയോഗിക്കരുത്. സുവിശേഷ സംബന്ധമായ മേഖലകളിൽ പലയിടത്തും വ്യക്തിപ്രഭാവത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ദുഃഖകരമായ ഒരവസ്ഥ നിലനിൽക്കുന്നല്ലോ. പള്ളി ആരാധനയിലെ പങ്കാളിത്തം പോലും പോപ്പുലാരിറ്റി എന്ന മാലിന്യത്തിൽ നിന്ന് മുക്തമല്ല. അവൻ വളരേണം, ഞാനോ കുറയണം എന്ന സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ നമുക്ക് മാർഗദർശനം നൽകട്ടെ. രണ്ടാമതായി, ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അത് തൻ്റെ കഴിവുകൊണ്ട് സ്വായത്തമാക്കിയതാണെന്ന് കരുതാതെ കർത്താവിന് മഹത്വം കൊടുക്കാൻ ഇടയാകണം. നമ്മുടെ കഴിവുകൾക്കും പ്രയത്നങ്ങൾക്കും പരിമിതികളുണ്ടല്ലോ. കർത്താവിനെ മുൻനിർത്തി ആ പരിമിതികളെ മറികടക്കാൻ നമുക്ക് ശ്രമിക്കാം. അവസാനമായി, ഒരു മണവാട്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം അവളുടെ വിശ്വസ്തതയാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന ദൈവകൽപ്പന അക്ഷരത്തിലും ആത്മാവിലും ഉൾക്കൊള്ളാൻ മണവാട്ടി സഭയ്ക്ക് കഴിയണം. പണവും അധികാരവും പ്രശസ്തിയും അംഗീകാരവും ഒക്കെയായി അനേകം കുട്ടി ദൈവങ്ങൾ തകർത്താടുന്ന പ്രവർത്തന മേഖലകളിൽ നോട്ടം മണവാളനാകുന്ന കർത്താവിന് നിന്നും മാറിപ്പോകാതെ സൂക്ഷിപ്പാൻ നാം ജാഗരൂകരായിരിക്കണം. ഈ നോമ്പുകാലത്ത് ഈ ചിന്തകൾ നമ്മുടെ പ്രവർത്തന രംഗങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.